ഇന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് എണ്ണയിൽ കുറച്ച് കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിട്ട് പച്ചമുളക് ഇട്ട് പിന്നെ നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് വേവിക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇളക്കിയതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി നമ്മളൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇതാണ് നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് കണ്ണൻ ചേട്ടൻ എനിക്ക് തേങ്ങ പൊളിച്ച് തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മസാലയൊക്കെ ഇട്ടോണ്ട് മുളക് പൊടി, മല്ലിപ്പൊടി, അത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ ഞണ്ട് വേവിക്കാൻ വെച്ച് ഞണ്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കണം. അതിന് പുറത്ത് നമ്മൾ മുമ്പേ കണ്ണൻ ചേട്ടൻ ഇളക്കി തന്ന തേങ്ങ നമ്മൾ തിരുമിയിട്ട് ചിരകയില്ല, അപ്പോൾ ഞങ്ങൾ ഇളക്കിയിട്ട് ജാറിലടിച്ചാണ് എടുക്കുന്നത്. അതിങ്ങനെ ഫസ്റ്റ് പാലെടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ച് വീണ്ടും ഇളക്കുവാണ്. ഒരൊറ്റ പാലം നമ്മൾ എടുത്തോളൂ. ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. ഈ മസാലക്കൂട്ടെല്ലാം അടിയിലുള്ള മസാലക്കൂട്ടെല്ലാം പുറത്ത് വന്ന് അത് യോജിക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയുന്നത്. പിന്നെ എനിക്കപ്പോൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ ബാക്കി ഞാൻ കണ്ണൻ ചേട്ടനെ ഏർപ്പാടാക്കിയിട്ട് പോയതാണ്. അപ്പോൾ മുകളിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഇളക്കി കൊടുക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് കുരുമുളക് പൊടി നമ്മളിങ്ങനെ വിതറി കൊടുക്കണം. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. പിന്നെ ആദ്യം ഞങ്ങൾ അപ്പമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ നമ്മൾ ചോറ് ഓക്കെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോറും വെച്ചിട്ട് ഞാനും അത്തും പപ്പയും കൂടെ കഴിക്കാനിരുന്നു. അത്തു കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലിങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ ഇച്ചിരി എടുത്ത് കയ്യിൽ കൊടുത്ത് കുഞ്ഞി കയ്യിൽ കൊടുത്തപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഇപ്പോൾ കാണാം. സൂപ്പറാ അമ്മി സൂപ്പറാന്ന് പറയുന്നു. ഓക്കെ, അതാണല്ലോ നമ്മുടെ ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇച്ചിരി ചോറെടുത്തതിന് ശേഷം അതിൽ ഞണ്ടെടുത്ത് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു, വളരെ ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ കിട്ടും. അത്രയേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.